വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാൻ പച്ചക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്, 3 നേന്ത്രക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരു നല്ലൊരു കറി നമുക്ക് അതിന് വേണ്ടിയിട്ട് 3 നേന്ത്രക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ നേന്ത്രക്കായ കണ്ടിച്ചിട്ട് ചെറുതായിട്ട് പുറത്തിൻ്റെ തൊലി ഒന്ന് കളയുക. ഞാൻ 1 മാസം മുമ്പ് നേന്ത്രക്കാണ്ട് വേറൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ടേ, നല്ല രസമാണ്. ഒരു ഒഴിച്ചു കറി. ഓക്കെ, ഇത് ഈ വെള്ളത്തിലോട്ട് ഇടണേ, അല്ലെങ്കിൽ കറുത്ത് പോകും. ഇനി കറയുണ്ടല്ലോ കായ്ക്കൊരു. ഇനി ഈ കാ രണ്ടായിട്ട് പൊറിക്കേ. ഇതുപോലെ കഷ്ണിച്ചിടേ. അതുപോലെ ഞാൻ ഇതും ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ 3 കായും അരിഞ്ഞ് വെള്ളത്തിയിട്ട് ഇതുപോലെ കണ്ടിച്ചിട്ട്, വലിയ നീളമുള്ള കായ ഇത് 3ആയിട്ട് കണ്ടിക്കാം, ചെറുത് 2ആയിട്ട് കണ്ടിച്ചിട്ട് ഇതുപോലെ അരിഞ്ഞരിഞ്ഞെടുക്കാം. ഇതിനകത്ത് കറയുണ്ട്. ഇത് കഴുകി 1-2 വെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കാം, മസാല റെഡി ആവുന്നവരെ. ഇപ്പോൾ ഇന്ന് കഴുകിയെടുത്ത് നല്ല വെള്ളത്തിൽ ഇട്ട് വെക്കാം. ഞാൻ നോക്കിയേ, നമ്മുടെ പച്ചക്ക ഞാൻ 2-3 വെള്ളത്തെയും കഴുകിയിട്ട് ഇപ്പോൾ വെക്കുന്നേ. ഇനി ഇത് ഈ പ്ലേറ്റിലോട്ട് നമുക്ക് എടുക്കാം. നാലും കറയുണ്ട് അതിനകത്തുണ്ട്. പച്ചക്കായ്ക്ക് നല്ല കറയുണ്ട്. ഇനി ഈ പച്ചക്കായിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, ഒരു ടീസ്പൂൺ പിരിയ മുളക് പൊടിയാണേ, ഒരു മുളക് പൊടി ഇട്ട് കൊടുത്ത്, ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പ്. ഇനി ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കേ. ഇതിട്ടിരിക്കട്ടെ, നമുക്ക് സ്റ്റൗ കത്തിച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റൗ കത്തിച്ച് കടായി എടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. നമ്മൾ എണ്ണയൊന്ന് ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായ എണ്ണയിലോട്ട് ഈ കാ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നില്ലേ, മഞ്ഞളും ഉപ്പും ചേർത്ത് അതിനകത്തോട്ടിട്ട് കൊടുക്കാം. ഇത്തിരി അങ്ങ് ഫ്രൈ ആകരുത്, ചെറുതായിട്ടൊരു വാട്ടം. ഇത് 2ആയിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ നോക്കിയേ, നമ്മുടെ പച്ചക്കായ എല്ലാം റെഡിയായേ. ഇതുപോലെ റെഡിയാവുള്ളേ, ഇത്രയായിട്ടങ്ങ് മൂപ്പിക്കരുതേ. ഞാൻ അപ്പം തീ ഒന്ന് കുറയ്ക്കുക. നമുക്ക് ഇതിനോട്ട് എടുത്ത് വെക്കാം, ഈ പ്ലേറ്റിലോട്ട് മാറ്റാം. അടുത്തൊന്നും റെഡിയാക്കണ്ടേ. ഇനി അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം.
ഇതും കൂടെ ഒന്ന് റെഡിയാക്കി കിട്ടട്ടെ. നമ്മൾ രണ്ടാമത് ഇട്ട പച്ചക്കായും റെഡിയായേ. ഗ്യാസ് ഓഫാക്കാം. ഇനി ഇതിനൊരു മസാല റെഡിയാക്കേ. ഈ ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലി. ഇതിനകത്ത് 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ പിരിയമുളക് പൊടി. പിന്നെ ഇതിനകത്ത് ഒരു 6 കഷ്ണം സാമ്പാർ ഉള്ളി, കൊച്ചുള്ളിയില്ലേ, പിന്നെ ഒരു 10-12 വെളുത്തുള്ളി, ഇതിനകത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ അരച്ചെടുത്തോണ്ടേ. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, പാത്രം വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. കുറച്ച് മതി, ഇത് മതി. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്ത്, 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത്, ഇതിലോട്ട് ഒരു വലിയ തക്കാളി അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കും. തക്കാളി ഒന്ന് വാടി കിട്ടണേ. തക്കാളി നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കുറയ്ക്കാം. തക്കാളി ഒന്ന് കവർ ചെയ്യാം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ ചെറിയ തീയിൽ. സിമ്മിലല്ല, അതിനേക്കാൾ ഇച്ചിരി മീഡിയത്തിന് സിമ്മിൽ കിടക്കേ. നമ്മൾ തക്കാളി നോക്കേ. ഇത് മതിയേ. ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ അരച്ചുകൊണ്ട് വരുന്ന മസാല കൂട്ടില്ലേ, ഉള്ളിയും വെളുത്തുള്ളിയും, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മിക്സി കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഈ പച്ച മണം മാറുന്നതിൻ്റെയൊക്കെ ഈ മസാലയുടെ അതുവരെ നല്ല ഇളക്കി വഴറ്റി കൊടുക്കണേ, വഴറ്റിയെടുക്കണേ. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. 1-2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ മസാല നോക്കേ. മസാലയൊക്കെ റെഡിയായി. ഇതെന്നൊക്കെ ഓയിൽ തെളിഞ്ഞു വന്നുണ്ടോ. ഇടയ്ക്ക് ഇതൊട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇതൊന്ന് കൂട്ടി കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കേ.
ഒന്ന് വഴറ്റിയെടുക്കേ തുറന്ന് വെച്ചിട്ട്. ഇത് മതിയേ. ഇതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. കവർ ചെയ്ത് കൊടുക്കാം. തിളക്കട്ടെ. നമ്മുടെ കറി നല്ല തിളച്ച് ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കേ. കായ്ക്ക് ഉപ്പിട്ടാണ് വറുത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കറിക്ക്. ഇനി ഇതിലോട്ട് നമ്മളിപ്പോൾ ഈ വറുത്ത് വെച്ചേക്കുന്ന കായില്ലേ, അതിട്ട് കൊടുക്കേ. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തേ. ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് തീരെ കുറയ്ക്കണ്ട, മീഡിയത്തിന് തൊട്ട് താഴെ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മളെ കറി നോക്കേ. ഓക്കെ, ഇനി ഇതിൽ വേറൊന്നുമില്ല. ഒരു ടീസ്പൂണോളം കസൂരി മെത്തി. ഓക്കെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി പച്ച നേന്ത്രക്കായ കറി. ഞാൻ ഇനി ഗ്യാസ് ഓഫാക്കുകയാണ്. ഇതൊരു സർവിങ് ബൗളിലോട്ട് മാറ്റേ. നോക്കിയാൽ നമ്മുടെ കായൊക്കെ നോക്കിയാൽ നല്ല ടേസ്റ്റ്, നല്ല വെന്തിട്ടുണ്ട്. എന്നിട്ട് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പം നോക്കിയേ, നമ്മുടെ പച്ച നേന്ത്രക്കായ കറി നല്ല കറിയാണ്. ചോറിനും നല്ലതാണ്, ചപ്പാത്തിക്കും നല്ലതാണ്. നല്ല സൂപ്പർ കറിയാണേ. നല്ല ടേസ്റ്റായി കറി കഴിക്കാനായിട്ടെ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. കണ്ടോ, കായൊക്കെ വരുന്നുണ്ടോ? ഈ കായിൽ തന്നെ ഉപ്പ് പിടിച്ചിട്ടുണ്ട്. നമ്മൾ വറുക്കാൻ നേരത്ത് ശകലം ഉപ്പ് ചേർത്തിട്ടില്ലേ. ഓക്കെ, എന്ത് ടേസ്റ്റാണെന്നറിയാം ഇത് കഴിക്കാനായിട്ട്. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.